എക്സോസെത്തിനെ പറ്റിയുള്ള കഥകളും സിനിമകളും ഒരുപാടുണ്ടായിട്ടുണ്ട്. അതൊക്കെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും ഓരോരുത്തരുടെ യുക്തിയാണ്. എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാനും കാണാനും എല്ലാവർക്കും താല്പര്യമാണ്. ഇന്ന് പറയാൻ പോകുന്നതും അത്തരത്തിലുള്ളൊരു കഥയാണ്. റോലൻ ജോയ് എന്നൊരു ആൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഈ കഥ. റോലൻ ജോയ് എന്നത് വിളിപ്പേര് മാത്രമാണ്. സ്വന്തം ഐഡന്റിറ്റി പുറത്തറിയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ റോലൻ ജോയ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ദ എക്സോസിസ്റ്റ് എന്ന പ്രസിദ്ധമായ നോവലിനും പിന്നെ സിനിമയ്ക്ക് പ്രചോദനമായി മാറിയ റോലൻ ജോയുടെ കഥയിലേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. 1935 ജർമ്മൻ ലുതേറൻ കുടുംബത്തിലാണ് റോലൻ ജോയ് ജനിച്ചത്. ലുതേറൻ എന്നത് ഒരു ക്രിസ്തുമത പ്രൊട്ടസ്റ്റന്റ് സഭയാണ്. മാർട്ടിൻ ലൂതറുടെ ആശയങ്ങളാണ് ഈ സഭ പിന്തുടർന്നത്. റോളൻഡിന്റെ കുടുംബം 1940കളിൽ മേരിലാൻഡിലെ കോട്ടേജ് സിറ്റിയിലാണ് താമസിച്ചിരുന്നത്. റോലൻഡ് മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു. കുട്ടിക്കാലത്തെ പഠിക്കാൻ അത്ര മിടുക്കനല്ലാത്ത കുട്ടിയായിരുന്നു റോലൻഡ്. അവന് കുട്ടിക്കാലത്ത് കളിക്കൂട്ടുകാർ ആരുമില്ലായിരുന്നു. കൂടുതൽ സമയം അവൻ ചെലവഴിച്ചിരുന്നത് അവന്റെ ആന്റിയായ ഹാരിയറ്റിനോടായിരുന്നു. ഈ ഹാരിയറ്റ് ഒരു ആത്മീയവാദിയായിരുന്നു. അതിനാൽ അവനിലും ആ സ്വഭാവം പ്രകടമായിരുന്നു. ഒരിക്കൽ റോലൻഡ് തന്റെ ആന്റിയോട് ഓജോ ബോർഡിനെ കുറിച്ചറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഹാരിയറ്റ് റോലൻഡിന് ഓജോ ബോർഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും മാത്രമല്ല അവന്റെ ജന്മദിനത്തിൽ ഒരു ഓജോ ബോർഡ് സമ്മാനമായി നൽകുകയും ചെയ്തു. അവന് തന്റെ ആന്റി ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു. അങ്ങനെയിരിക്കെ ഹാരിയറ്റ് മരണപ്പെട്ടു. അവരുടെ മരണം അവന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അവൻ ആരോട് സംസാരിക്കാതെയായി. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അവന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പൊതുവെ ശാന്തനും സൗമ്യനുമായിരുന്ന അവൻ തന്റെ അച്ഛനെയും അമ്മയും ഭയപ്പെടുത്തുന്ന പോലെ വലിയ ശബ്ദത്തിൽ ആക്രോശിക്കുകയും അസ്വസ്ഥമായ രീതിയിൽ പെരുമാറാനും തുടങ്ങി. പകൽ സമയത്ത് അവൻ പൊതുവെ ശാന്തനായിരുന്നെങ്കിലും രാത്രിയാകുമ്പോൾ പെട്ടെന്ന് എല്ലാവരോടും ദേഷ്യപ്പെടുകയും കടുത്ത ശബ്ദത്തിൽ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. 1949 ജനുവരി മുതൽ ആ വീട്ടിൽ വേറെ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ വീട്ടിൽ റോലൻഡിന്റെ ആന്റി ഹാരിയറ്റിന്റെ പ്രേതമുണ്ടെന്ന് റോലൻഡിന്റെ അമ്മ വിശ്വസിച്ചിരുന്നു. അതിനാൽ അവരുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ അവർ തീരുമാനിക്കുന്നു. അവർ ഓജോ ബോർഡ് ഉപയോഗിച്ച് ആത്മാവിനെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചു. എന്നാൽ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് അവർക്ക് താമസിയാതെ മനസ്സിലായി. ആ സംഭവത്തിന് ശേഷം ഉറങ്ങാൻ കിടന്ന റോലൻഡിന്റെ മുറിയിൽ ആരോ നടക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നവൻ നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. എന്നാൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിറയെ പോറൽ പോലെയുള്ള പാടുകൾ കാണപ്പെട്ടു. ഇത് കണ്ട് എല്ലാവരും ഭയഭീതിയിലായി. ആദ്യം അവർ കരുതിയത് അവൻ സ്വയം ചെയ്തതാണെന്നാണ്. എന്നാൽ അവനെ വിശദമായി പരിശോധിച്ചപ്പോൾ ഈ പോറലുകൾ അവൻ ഉണ്ടാക്കിയതല്ല എന്ന് മനസ്സിലായി. ഇത് വരാനിരിക്കുന്ന ഭീകര സംഭവങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു. ഒരിക്കൽ മുറിയിൽ നോക്കുമ്പോൾ ഫർണിച്ചറുകൾ സ്വയമേ ചലിക്കുകയും അത് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നത് കാണാനിടയായവർ ഉടനെ തന്നെ സഹായത്തിനായി ലുതേറൻ പാസ്റ്ററായ ലൂതർ മൈൽസ് ഷൂൾസിനെ സമീപിച്ചു. പാരാസൈക്കോളജിയിൽ വളരെ കാലമായി റിസർച്ച് നടത്തിയ അദ്ദേഹം കുട്ടിയെ നിരീക്ഷിക്കുന്നതിനായി ഒരു രാത്രി അവന്റെ വീട്ടിൽ താമസിക്കാൻ തയ്യാറായി. എന്നാൽ അവന്റെ അവസ്ഥ കണ്ട് ആശയക്കുഴപ്പത്തിലായ അദ്ദേഹം ഒടുവിൽ ഒരു കത്തോലിക്ക പുരോഹിതനെ കാണാൻ അവന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. അങ്ങനെ അവർ ഒരു കത്തോലിക്ക പുരോഹിതനെ കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അവർ കത്തോലിക്ക സഭയിലേക്ക് പരിവർത്തനം ചെയ്യുകയും റോലൻഡിനെ സ്നാനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ സ്നാനസമയത്ത് അവൻ അനിയന്ത്രിതമായ ദേഷ്യത്തോടെ പ്രതികരിച്ചു. ഒടുവിൽ റോലൻഡിനെ അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ഒരു മനോരോഗ വിദഗ്ധന്റെ സഹായം തേടി. എന്നാൽ ചികിത്സകളൊന്നും വിജയിച്ചില്ല. ഹോസ്പിറ്റലിൽ നിന്ന് അവനെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയാൽ ആത്മാവ് അവനെ ശല്യം ചെയ്യില്ല എന്ന് അവന്റെ മാതാപിതാക്കൾ കരുതി. അങ്ങനെ അവർ റോലൻഡിനെ പുതിയൊരു വീട്ടിലേക്ക് മാറ്റി. എന്നാൽ ആ വീട്ടിലും പഴയതുപോലെയുള്ള വിചിത്രമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. ഇതിൽ നിന്നെല്ലാം മനസ്സുമെടുത്ത് മാതാപിതാക്കൾ അവനെ എക്സോസത്തിന് വിധേയനാക്കാൻ തയ്യാറാകുന്നു. അതിന് റോമൻ കാത്തോലിക്ക പുരോഹിതനായ എഡ്വേർഡ് ഹ്യൂസിനെ സമീപിച്ചു കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. തുടർന്ന് ജെസ്യൂട്ട് അഥവാ ദി സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപനമായ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ എക്സോസിസം നടത്തുന്നു. എക്സോസിസത്തിനിടയിൽ അവൻ പുരോഹിതനെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് എക്സോസിസം അവിടെ നിർത്തിവെച്ചു. എക്സോസിസം പരാജയപ്പെട്ടതിനെ തുടർന്ന് അവന്റെ ശരീരത്തെ പോറലുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മിസൗറിയിലെ സെന്റ് ലൂയിസ് സ്വദേശിയായ റോലൻഡിന്റെ അമ്മ ഇതിൽ നിന്ന് മോചനം കിട്ടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ഇതിനായി കുടുംബം സെന്റ് ലൂയിസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ബെൽനോറിന്റെ പ്രാന്തപ്രദേശത്തെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. അവിടെ താമസിക്കുമ്പോൾ റോലൻഡിന്റെ കസിൻ സെന്റ് ലൂയിസ് യൂണിവേഴ്സിറ്റിയിൽ അവരുടെ പ്രൊഫസർമാരിൽ ഒരാളായ ബിഷപ്പുമായി റോലൻഡിന്റെ കാര്യം സംസാരിക്കാൻ ഇടയായി. ബിഷപ്പ് കോളേജ് ചർച്ചിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹം പുരോഹിതനായ വില്യം എസ് ബൗഡേണുമായി സംസാരിക്കുകയും
വില്യം മറ്റൊരു പുരോഹിതനായ വില്യം വാൻഡ്രൂയുമായി റോളണ്ടിന്റെ വീട് സന്ദർശിക്കുകയും ചെയ്തു. അവർ റോളണ്ടിന് ആ ദുഷ്ടാത്മാക്കളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയായി കുട്ടിയുടെ തലയണക്കിടയിൽ ഒരു കുരിശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. അവനെ വിശ്രമിക്കാൻ അനുവദിച്ചതിനു ശേഷം അവർ തിരികെ പോയി. റോളണ്ടിന്റെ മാതാപിതാക്കൾ കുറച്ചു കഴിഞ്ഞ് മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ മുറിയാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. മാത്രമല്ല കുരിശുരൂപം ദൂരെ എറിയപ്പെട്ട നിലയിൽ കിടക്കുന്നു. ഇതെല്ലാം കണ്ട് ഭയപ്പെട്ടവർ ഉടനെ തന്നെ പുരോഹിതനായ ബൗഡനെ വിളിച്ച് വിവരമറിയിക്കുന്നു. ബൗഡൻ പെട്ടെന്ന് തന്നെ ആർച്ച് ബിഷപ്പിൽ നിന്ന് എക്സോസിസത്തിനുള്ള അനുമതി വാങ്ങി. അങ്ങനെ സൗത്ത് സെന്റ് ലൂയിസിലെ അലക്സിയൻ ബ്രദേഴ്സ് ഹോസ്പിറ്റലിൽ അവന്റെ എക്സോസിസം നടന്നു. പക്ഷേ ആ എക്സോസിസം വിജയിച്ചില്ല. അങ്ങനെ അടുത്ത എക്സോസിസം തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു പുരോഹിതനായ വാൾട്ടർ ഹലോറനെ ബൗണ്ടിനെ സഹായിക്കാനായി വിളിച്ചു വരുത്തി. അങ്ങനെ അടുത്ത എക്സോസിസം തുടങ്ങി. എക്സോസിസത്തിനിടയിൽ അവൻ പുരോഹിതന്മാരുടെ നേരെ ആക്രോശിക്കുകയും അവരെ തുപ്പുകയും ലാറ്റിൻ ഭാഷയിൽ കനത്ത ശബ്ദത്തിൽ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഭയപ്പെട്ട് പുറകോട്ട് മാറാതെ പുരോഹിതന്മാർ എക്സോസിസം തുടർന്നു. എന്നാൽ അവൻ പുരോഹിതനായ ഹലോറനെ ആക്രമിക്കുകയും ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. ഇങ്ങനെ പല എക്സോസിസത്തിന്റെ ഒടുവിൽ ഏപ്രിൽ 18-ന് അലക്സിയൻ ബ്രദേഴ്സിലെ ഹോസ്പിറ്റലിൽ റോളണ്ടിന്റെ മുറിയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ തിങ്കളാഴ്ചയായിരുന്നു അന്ന്. പെട്ടെന്ന് റോളണ്ട് ഞെട്ടിയുണർന്നു. അവിടെ നിന്ന പുരോഹിതന്മാരോട് അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാത്താൻ ഇപ്പോഴും എന്റെ കൂടെയുണ്ട്. ഇത് കേട്ട പുരോഹിതന്മാർ അവന്റെ ശരീരത്തിൽ വിശുദ്ധ തിരുശേഷിപ്പുകളും കുരിശുരൂപവും ജപമാലകളും വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം 10:40-ന് റോളണ്ടിന്റെ ശരീരത്തിൽ നിന്ന് ദുഷ്ടാത്മാക്കളെ പുറത്താക്കാനുള്ള പ്രാർത്ഥന ആരംഭിച്ചു. അവന്റെ ആത്മാവിനായി വിശുദ്ധ മൈക്കിൾ സാത്താനോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സാത്താനോട് ആക്രോശിച്ചു. അവരുടെ ശക്തമായ പ്രാർത്ഥനയുടെ ഫലമായി 7 മിനിറ്റിന് ശേഷം ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെ അവൻ പറഞ്ഞു, സാത്താൻ എന്നെ വിട്ടുപോയി. ഒരു വലിയ യുദ്ധഭൂമിയിൽ വെച്ച് വിശുദ്ധ മൈക്കിൾ സാത്താനെ പരാജയപ്പെടുത്തുന്നതായി ഒരു ദർശനം തനിക്കുണ്ടതായി അവൻ പുരോഹിതന്മാരോട് പറഞ്ഞു. അങ്ങനെ എക്സോസിസത്തിന്റെ അവസാന ശ്രമം വിജയിച്ചതായി പുരോഹിതന്മാർ പറഞ്ഞു. അതിനുശേഷം റോളണ്ട് പിന്നെ സാധാരണ ജീവിതം നയിക്കുകയും ചെയ്തു. 1971-ൽ വില്യം പീറ്റർ ബ്ലാറ്റി എന്ന എഴുത്തുകാരൻ ബൗഡേണിന്റെയും ഹലോറിന്റെയും ഔദ്യോഗിക ഡയറിക്കുറിപ്പുകൾ വായിക്കാനിടയായി. അയാൾ അവരുടെ ഡയറിക്കുറിപ്പിനെ അടിസ്ഥാനമാക്കി ദി എക്സോസിസ്റ്റ് എന്ന നോവൽ എഴുതി. ഈ നോവൽ 56 ആഴ്ച ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ തുടരുകയും ചെയ്തു. 1973-ൽ പുറത്തിറങ്ങിയ ഫ്രീഡ്കിന്റെ ചിത്രമായ ദി എക്സോസിസ്റ്റ് യഥാർത്ഥത്തിൽ റോളണ്ടിന്റെ കഥയെ അടിസ്ഥാനമാക്കി എടുത്ത സിനിമയായിരുന്നു. അതിൽ 14 വയസ്സുള്ള റോളൻഡോ എന്ന ആൺകുട്ടിയെ 12 വയസ്സുള്ള ലിൻഡ ബ്ലെയർ എന്ന പെൺകുട്ടിയായി അവതരിപ്പിച്ചു. കൂടാതെ സിനിമയുടെ വിജയത്തിനായി അവർ ഇതിൽ പെൺകുട്ടിയുടെ തല 90 ഡിഗ്രിയിൽ തിരിയുന്നതും എക്സോസിസത്തിന്റെ സമയത്ത് അന്തരീക്ഷത്തിൽ ഉയരുന്നതും തുടങ്ങിയ ഒട്ടേറെ ഫിക്ഷൻസ് കൂടെ ചേർത്താണ് സിനിമയിൽ അവതരിപ്പിച്ചത്. ഇത് സിനിമയുടെ വൻ വിജയത്തിന്റെ കാരണമായി മാറുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ കഥാപാത്രമായ റോളൻഡോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അക്കാഡമിക് എക്സ്പേർട്സും റിപ്പോർട്ടർമാരും വെറുതെ ഇരുന്നില്ല. 1970-കളുടെ മധ്യത്തിൽ ആരംഭിച്ച റോളൻഡോയ്ക്കായുള്ള അവരുടെ തിരച്ചിൽ ഒടുവിൽ വിജയം കണ്ടെത്തി. അവർ യഥാർത്ഥ റോളൻഡോയുടെ ഐഡന്റിറ്റി കണ്ടുപിടിച്ചു. 1969-ൽ US ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിറങ്ങാൻ സഹായിച്ച മുൻ നാസ എഞ്ചിനീയർമാരിൽ പ്രമുഖനായിരുന്ന റൊണാൾഡ് ഹാംഗ്ലറാണ് യഥാർത്ഥത്തിൽ എക്സോസിസത്തിന് ഇരയായ കുട്ടിയെന്നതായിരുന്നു വിദഗ്ധർ കണ്ടെത്തിയ ആ വലിയ രഹസ്യം. റൊണാൾഡിന്റെ 29 വർഷത്തെ സഹയാത്രികനായ സുഹൃത്ത് പറഞ്ഞത്, അവർ പ്രവർത്തിച്ചിരുന്ന നാസ ഗോഡഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ തന്റെ സഹപ്രവർത്തകർ ദി എക്സോസിസ്റ്റ് എന്ന സിനിമയുടെ പ്രചോദനം താനാണെന്ന് കണ്ടെത്തുമെന്ന് അദ്ദേഹം എപ്പോഴും ഭയപ്പെട്ടിരുന്നു. കുട്ടിക്കാലത്ത് തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് അയാൾ ഒരിക്കൽ പോലും ഓർക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം. 40 വർഷത്തെ സർവീസിന് ശേഷം 2001-ൽ റൊണാൾഡ് നാസയിൽ നിന്ന് വിരമിക്കുകയും 2020-ൽ യാഹൂയിലെ മേരിലാൻഡിലെ മാരിയറ്റ് വില്ലയിലെ വീട്ടിൽ സ്ട്രോക്ക് ബാധിച്ച് ചികിത്സയിലിരിക്കെ തന്റെ 85-ാം ജന്മദിനത്തിന് 1 മാസം ബാക്കി നിൽക്കെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു.